കൂട്ടുകാരെ, ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കൊഞ്ച് അവിയലാണ്. കൊഞ്ച് അവിയൽ വെക്കാമെന്ന് കരുതി കുറച്ച് കൊഞ്ച് കിട്ടി. അപ്പം ഞാനിന്ന് കുറച്ചേ എടുത്തിട്ടുള്ളൂ. അതൊന്ന് അവിയൽ വെക്കാമെന്ന് കരുതി. അതിനായിട്ട് ഇവിടെ കൊഞ്ച് വൃത്തിയാക്കി കഴുകി എടുത്തതാണ്. ഇനി നമുക്ക് അതിലിടാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടത് തക്കാളി, ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ പച്ചമുളകുണ്ടല്ലോ, ആ പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട്. വലിയ പച്ചമുളക് 2 എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനിടാം. മുരിങ്ങയ്ക്ക കുഴപ്പമില്ല, കൂടിയാലോ കുറഞ്ഞാലോ പ്രശ്നമില്ല. അപ്പോൾ ഇത്രയും കൂടെ നമുക്ക് അതിലേക്കിട്ട് നമുക്ക് പിന്നെ ഇതിനെ അരയ്ക്കാനായിട്ട് തേങ്ങ വേണം, ഉള്ളി വേണം, മുളക് വേണം. ഇതെല്ലാം കൂടെ നമുക്ക് അതിലേക്ക് തട്ടിക്കൊടുക്കാം. പിന്നെ തേങ്ങയും അത് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അതാ നല്ല അരച്ചെടുത്തിട്ടുണ്ട്. നല്ല മഷി പോലെ അരയേണ്ട, ഒരു മുക്കാൽ പരുവം അരച്ചെടുത്താൽ മതി, മീഡിയം പരുവത്തിൽ. അതിനായിട്ട് ഞാനിവിടെ മുളക് പൊടി, ഉള്ളി, തേങ്ങ, പിന്നെ കരിയേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ. മഞ്ഞൾപ്പൊടി ഒരുപാട് വേണ്ട, കുറച്ച് മതി. പിന്നെ അവിയൽ വെക്കുന്നതിൻ്റെ അത്രയും മഞ്ഞൾപ്പൊടി വേണ്ട. നമുക്ക് മീനിനായതുകൊണ്ട്, ഇത് കൊഞ്ച് അവിയലായതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മതി. അപ്പോൾ ഇത്രയും കൂടെ ഇട്ട് ഞാൻ അരച്ചെടുത്തതാണ്. അപ്പോൾ ഇതും കൂടെ ഇട്ട് നമുക്ക് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഉപ്പ് പൊടിയും കൂടെ വേണം, പാകത്തിനിട്ടാൽ മതി. ഞാനിപ്പോൾ കുറച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതലാണോ കുറവാണോ എന്ന് നോക്കിയതിന് ശേഷം ഇട്ടാൽ മതി. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളിയുടെ പുളി ഉള്ളതുകൊണ്ട് പുളി ഞാനിപ്പോൾ ഇട്ടിട്ടില്ല. ശകലം പുളിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. പുളി വേണമെന്നില്ല, പുളി വേണമെങ്കിൽ ഒഴിക്കാം. പുളി ഒഴിച്ചു കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആവും. പക്ഷെ പുളി ഒഴിക്കാതെ നമ്മൾ വയ്ക്കുകയാണെങ്കിൽ അതൊരു വേറൊരു ടേസ്റ്റാണ് കേട്ടോ. കൊഞ്ചിൻ്റെ ഒരു പ്രത്യേക രുചിയായിരിക്കും. ഇതൊക്കെ തിളച്ചൊക്കെ വരുമ്പോഴാണ് അതിൻ്റേതായ ഒരു പ്രത്യേക മണമാണ് കേട്ടോ. നമ്മൾ കൂടുതലും തീയലാണ് വയ്ക്കാറ്. ഉള്ളിയൊക്കെ വറുത്തിട്ടിട്ട് തീയലാണ് നമ്മൾ ഇത് കൂടുതലും വയ്ക്കുന്നത്. പക്ഷെ ഞാൻ ഇന്ന് വിചാരിച്ചു ഒന്ന് കൊഞ്ച് അവിയൽ വയ്ക്കാമെന്ന്. വച്ചിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വച്ച് നോക്കണം, നല്ല രുചിയാണ്. നമുക്ക് ഇനി ഇത് തിളച്ച് വരട്ടെ. ഞാനിതിലേക്ക് പുളി ഒഴിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പുളി ഒഴിക്കാവുന്നതാണ്. പുളി ഒഴിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ ഞാനിതിൽ പുളി ഒഴിക്കുന്നില്ല. നമുക്ക് പുളി ഒഴിക്കാതെ വയ്ക്കുന്നതാണ് ഇഷ്ടം. ഇനി നമുക്ക് ഇതൊന്ന് തിളച്ചാൽ നോക്കാം. തിളച്ചിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി ഉപ്പൊക്കെ ഉണ്ടാകുന്ന നോക്കാം. നല്ലൊരു മണമാണ് കേട്ടോ. തിളച്ച് വരുമ്പോൾ നല്ല മണവും. കൊഞ്ചായതുകൊണ്ട് നല്ല ചെമ്മീനെന്നും പറയും, കൊഞ്ചെന്നും പറയും. നമ്മൾ പറയുന്നത് കൊഞ്ചെന്നാണ്. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഞാനിതിലെ പുളിയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. പുളി ഒഴിക്കാതെ അതിന് വേണ്ടിയാണ് ഞാനൊരു വലിയ തക്കാളി ഇട്ടത്. അതിൻ്റെ പുളി ഉണ്ടാവും. ആ രുചി മാത്രം മതി കേട്ടോ, കൊഞ്ചായതുകൊണ്ട്. പിന്നെ പുളി വേണമെന്നുള്ളവർക്ക് ഒഴിക്കാൻ കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതിൽ പുളിയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൊഞ്ചവിയലാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൊഞ്ചവിയലാണെങ്കിലും നമുക്കിത്തിരി അരപ്പൊക്കെ വേണം കേട്ടോ, അതപ്പോൾ ടേസ്റ്റുള്ളൂ. പിന്നെ എല്ലാവരും അപ്പോൾ അത് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എനിക്ക് ലൈക്ക് തരിക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ ഓളെന്നുള്ള ഓപ്ഷനും ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസുകളും കിട്ടുകയുള്ളൂ. പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും എനിക്കൊന്ന് കമൻറ്റും ചെയ്യണം.
അപ്പോൾ ടാറ്റ. അടുത്ത വീഡിയോസുമായി ഞാൻ ഉടനെ വരുന്നതാണ്. ടാറ്റ, ബൈ ബൈ.